ഒരുപാട് പേര് തിരക്കുന്നുണ്ട്. പിന്നെ സുലുവിനെ കാണാൻ ഒരു യൂട്യൂബർ ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞ് എന്ന് വായിക്കാം ഇങ്ങോട്ട്. ജോലി കഴിഞ്ഞ് വരുന്ന ഉടനെ അവളുമാര് പറയും ഉമ്മ ഇനി അടുക്കളയിലോട്ട് വാ എന്ന് പറയും. അന്നേരം ഞാൻ പറയും എന്തും പോണം വല്ല അടുക്കള കൊണ്ട് വെച്ചേക്കുന്ന ഉമ്മക്ക് കഴിക്കാൻ. ഞാൻ പറയും ഓടിയും വാ ഉമ്മ പെട്ടെന്ന് ഇത് ഞങ്ങൾക്ക് അങ്ങ് ഉണ്ടാക്കിത്താ, ഞങ്ങൾക്ക് വിശക്കുന്നു. ഞാൻ പറയും മോളെ ഉമ്മ ഒന്ന് കുളിച്ച് ഫ്രഷ് ആവട്ടെ എന്നിട്ട് എന്തെങ്കിലും ഉണ്ടാക്കും. ഉമ്മ പെട്ടെന്ന് ഈ റാഗിപ്പൊടി വെച്ച് ഞങ്ങൾക്ക് പെട്ടെന്നൊരു കുഴക്കട്ട ഉണ്ടാക്കി തരാൻ പറയും. അന്നേരം ഞാൻ എനിക്ക് കുഞ്ഞുങ്ങൾ വിശന്നിരിക്കുകയില്ല. എന്നാൽ ഞാൻ പറഞ്ഞു പെട്ടെന്ന് തന്നെ നമുക്കൊരു കുഴക്കട്ട ഉണ്ടാക്കാൻ പറയും. പിന്നെ ഞാൻ അടുക്കളയിലേക്ക് കയറി കൈയൊക്കെ കഴിയും അടുക്കളയിൽ കയറി ഞാൻ മാവ് തട്ടിയിട്ട് കുഴക്കട്ട ഉണ്ടാക്കാൻ പോവുകയാണ്. അവന്മാർക്ക് സ്കൂളിൽ നിന്നാൽ ഭയങ്കര വിശപ്പാണ്. ചോറ് കഴിക്കത്തില്ല അവന്മാർക്ക് എപ്പോഴും എന്തെങ്കിലും കാപ്പി ഐറ്റങ്ങളൊക്കെ അവന്മാർക്ക് ഇഷ്ടമുള്ളൂ. ചോറ് കഴിക്കാൻ പറഞ്ഞാൽ പറയും ഇപ്പം വിശപ്പില്ലുമ്മ ചോറ് കഴിക്കാനും പറയും. പറഞ്ഞ ചോറിട്ട് തിന്നടി അമ്മ ഇപ്പം ഒന്നും വേണ്ട എനിക്ക് എന്ന് പറയും. കാപ്പി അതെ പറയും അന്ന് ഒരു കൈ നോക്കാമെന്ന് പറയും. ഇനി ഇന്നത്തുള്ള തേങ്ങ അരി അവളുമാർക്ക് തേങ്ങ അരിവാനൊക്കെ ഭയങ്കര മടിച്ചുകളാ. പിന്നെ ഞാൻ വന്നപ്പോഴത്തേക്ക് വാപ്പാക്ക് മൂത്തോള് ചായയൊക്കെ ഇട്ട് കൊടുത്ത് ആ ജോലിയൊക്കെ അവളങ്ങ് ഒതുക്കി വെച്ചിരുന്നു. എന്തായാലും അപ്പം ഇത് ഉണ്ടാക്കി കൊടുത്തിട്ട് വേണം ഇനി കുളിച്ചിട്ട് നിസ്കരിക്കുകയൊക്കെ വേണം. പെട്ടെന്ന് വന്നപ്പോൾ മാറിപ്പോയതാണ്. റാഗിപ്പൊടിയല്ല അമൃതാപ്പൊടിയാണ്. ഞാൻ പെട്ടെന്ന് റാഗിപ്പൊടി എന്നാണ് പറഞ്ഞത്. ഇത് അമൃതാപ്പൊടിയാണ്. തേങ്ങ ഇരുപത് ഒരാൾ എൻ്റെ അടുത്ത് വന്ന് ഇരിപ്പുണ്ട്. രണ്ടുപേരുണ്ട്. രണ്ടുപേരോ നല്ല ഉറക്കം ഒരു തുണി ഇട്ട് കൊടുത്തേക്കാണ്. തുണി ഉണ്ടെങ്കിലേ കിടക്കും. അന്നേരം തുണി എടുത്ത് എൻ്റെ പുറത്ത് ഇട്ട് കൊടുത്തേക്കുക. അവിടെ കിടന്ന് ഉറങ്ങിയ. ഞാൻ അമ്മയുണ്ട്. അമ്മ ഒന്ന് ഇതിന് പോയേക്കുക, റൗണ്ട്സിന് പോയേക്കുക. ഇനി ഒരു കറങ്ങി വരും. ഇപ്പം ഇന്ന് 2-3 ദിവസം ഉണ്ടെങ്കിൽ മഴയായോണ്ട് അതിന്റെ തുണിയൊന്നും ഉണങ്ങുന്നില്ല. അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ ആദ്യം തന്നെ നമുക്ക് കുറച്ച് വെള്ളം ഇത് ചൂടാക്കാൻ വെക്കാം. ഒരാൾക്ക് മധുരം ഇഷ്ടമാണ്, ഒരാൾക്ക് മധുരം ഇഷ്ടമില്ല. അതുകൊണ്ട് വെള്ളം അല്ലാതെ ഒഴിച്ചങ്ങ് കുഴക്കത്തേ ഉള്ളു. മധുരം അതിനകത്ത് ശർക്കരയൊന്നും ഇട്ടാൽ ഒരാൾ തിന്നത്തില്ല. അവർക്ക് ശർക്കര ഇതിനകത്ത് ഇടുന്ന ഇഷ്ടമല്ല. അല്ലാതെ കുഴക്കട്ട ഉണ്ടാക്കുമ്പോൾ തേങ്ങയും പഞ്ചാരയും വെച്ച് ഉണ്ടാക്കുന്ന ഇഷ്ടം. ഈ അമൃത പൊടിക്കകത്ത് ശർക്കര വെച്ച് ചുരുട്ടി ഉണ്ടാക്കിയ ഒരു ദിവസം കഴിച്ചില്ല. അതിൻ്റെ ശേഷം ഞാൻ അങ്ങനെ ഉണ്ടാക്കത്തില്ല ഇങ്ങനെ. പിന്നെ അമൃതാപ്പൊടി തേങ്ങ ഒക്കെ ഇട്ട് വറുത്ത് കൊടുത്താൽ അവന്മാർക്ക് ഇഷ്ടമാണ്. ഇപ്പൊ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഇപ്പൊ നോക്കിയപ്പം വേറെ ഐറ്റങ്ങളൊന്നും ഇല്ല. നോക്കിയപ്പോ ഇതേ ഉള്ളായിരുന്നു ഇവിടെ. ഞാൻ എൻ്റെ പെട്ടെന്ന് ഐഡിയ തോന്നി ഇതങ്ങ് പെട്ടെന്ന് ഉണ്ടാക്കാന്ന് വിചാരിച്ച്. പിന്നെ ഇത് തേങ്ങ ഇട്ട് വറുത്താലും ഭയങ്കര ഇഷ്ടമാണ് അവളുമാർക്ക്. ഞാൻ പിന്നെ സമയം കിട്ടുമ്പോൾ വറുത്ത് വെച്ചേക്കും അവളുമാർക്ക് കഴിക്കാനായിട്ട്. തേങ്ങാൻ കൂടി നല്ലപോലെ ഞെവിടി എടുക്കണേ. അശ്വിന് എന്താ പറയാനുള്ളത്? അമൃതാപ്പൊടി കുഴക്കട്ടമ്മയുടെ അഭിപ്രായം? എപ്പോ വിശക്കുന്നെന്ന് പറയാൻ ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടി അമൃതാപ്പൊടി ഇതാകുമ്പോ പെട്ടെന്ന് സിമ്പിൾ ആണ്, പെട്ടെന്ന് അങ്ങ് ചെയ്യാം. അപ്പൊ ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഇതങ്ങ് ചെയ്യുന്നത്. കഷ്ടപ്പെടാൻ വയ്യ, അപ്പൊ അങ്ങനെ പാടാണ്. അതാ പെട്ടെന്ന് ഇതങ്ങ് ഉരുട്ടി തരുന്നത്. വെള്ളം ചൂടാപ്പോ കുഞ്ഞു ബോളായിട്ട് ഇതിനകത്ത് ഉരുട്ടിയിട്ട് കുടിക്കുകയാണ്. പിന്നെ ഇത് ഇച്ചിരി കൂടെ ഒന്ന് കുറി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് പാല് കൂടി ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ശർക്കര ഇട്ടാൽ അവള് തിന്നാത്തോണ്ട്, അല്ലെങ്കിൽ ശർക്കരയും കൂടെ ചീവി ഇട്ടാൽ ഒരു ടേസ്റ്റ് ഉണ്ട്. നല്ലേ ഇത് ഇവക്ക് ഐശുവിന് ഇഷ്ടമല്ലേ ശർക്കര ഇടുന്നത്. അപ്പൊ കൂട്ടുകാരെ, അപ്പൊ ഉമ്മി വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കി തരാൻ പറഞ്ഞപ്പോ ഉമ്മി പെട്ടെന്ന് തന്നെ കൊളക്കട്ടയൊക്കെ അമൃതാപ്പൊടിയുടെ കൊളക്കട്ടയൊക്കെ താരക്കി ഇട്ടിരുന്നുണ്ട്. അപ്പൊ ഉമ്മി എപ്പോഴും ഞങ്ങൾ വിശക്കുന്നു പറയുമ്പോ ഇതാണ് താരക്കി തരുന്നത്. ഞങ്ങളത് പറയാത്തെന്ന് പറയുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഉമ്മി തയ്യാറാക്കി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ്. പിന്നെ ഉമ്മ പറഞ്ഞ പോലെ ഞങ്ങൾ ഒരു ദിവസം ശർക്കര ഇട്ട് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഉമ്മിയോട് പറഞ്ഞത് ശർക്കര ഇട്ടത്. വയസ്സുള്ള ഇഷ്ടമല്ല. എന്തൊക്കെ തിരക്കിയാണ് വന്നിട്ടുണ്ട്. എപ്പോ വരുമ്പോഴും അടുക്കളയിലോട്ടാണ് വരുന്നത്. ഉമ്മയെ കാണാനായിട്ട് മെയിനായിട്ട് വരുന്നത്. ഒരു കരച്ചിൽ കാര്യങ്ങളോട്ടാണ് വരുന്നത്. എനിക്കൊരാൾ നോക്കിക്കൊണ്ടിരിക്കുക നമ്മൾ എന്താണ് ചെയ്യുന്നത്. ഫസ്കുട്ടി വന്നു. ഫസ്കുട്ടിന്റെ എല്ലാ കുട്ടികൾക്കും അറിയാമായിരിക്കും. ഇവിടെ എല്ലാ വീഡിയോസിലും വസ്തുണ്ട്. ഇവിടെ രാജു അനബു എല്ലാരും ഉണ്ട്. അപ്പൊ അതിൽ എന്തുകൊണ്ടിരിക്കുവാണെങ്കിൽ അതൊന്ന് വെന്തിട്ട് കഴിക്കാൻ വേണം.
നീ എന്തൊക്കെ വിശേഷം ബാക്കി പറ. വിശേഷമൊക്കെ നല്ല വിശേഷം തന്നെ. പിന്നെ ഇന്നലെയൊക്കെ പനിയായിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് തന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയി. ഇപ്പൊ പനിയൊക്കെ ഇച്ചിരി കുറവുണ്ട് കുഞ്ഞുങ്ങൾക്ക്. പനിയായിരുന്നു. പിന്നെ സ്കൂളിൽ പോയിട്ട് കൊല്ലത്തേക്ക് പനിയൊക്കെ മാറി. അപ്പൊ അങ്ങനെയൊക്കെ വരുന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ വാപ്പി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് 4 പേര് എത്തിയിട്ടുണ്ട്. വാപ്പി അത് ഏതെല്ലാം നോക്കിയിട്ട് വന്നിരിക്കുവാണ്. അപ്പൊ വാപ്പിക്ക് ഇത് ഇഷ്ടമാണോ വാപ്പി? സത്യം പറഞ്ഞ എനിക്കൊട്ടും ഇഷ്ടമല്ല. വാപ്പി കഴിക്കാറില്ലേ? വീട്ടിൽ ഞാനും അവളും ഉമ്മയും കഴിക്കാറുള്ളൂ. ഞാൻ കഴിക്കത്തില്ല സാധനം, എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് നമ്മളെ മുളകട്ട നമ്മളെ ശർക്കരയും തേങ്ങയൊക്കെ വെച്ച് ഗോതമ്പ് അരിയോ വെച്ചുണ്ടാക്കി. പണ്ടൊക്കെ ഞങ്ങള് ചെയ്യുമായിരുന്നു. നമ്മള് റേഷനരി വെള്ളത്തിലിട്ട് അരച്ച് ജീരകവും എല്ലാം ആയിട്ട് അരച്ച് കല്ലിൽ അരച്ച് കുഴക്കട്ടുണ്ടാവും. സൂപ്പർ ആയിരുന്നു. ഒരുപാട് ഓൾഡ് റെസിപ്പീസും ഒരുപാട് കാര്യങ്ങൾ അറിയാം. ഓൾഡ് അല്ലാതെ സൂപ്പർ ആയിരുന്നു. നല്ലപോലെ കല്ലിൽ അരച്ച് അരി വെള്ളത്തിലിട്ട് കല്ലിൽ അരച്ച് ജീരകവും തേങ്ങാവിലോടെ അരച്ച് ഉരുട്ടിയിടുന്നത് സൂപ്പർ ആയിരുന്നു. ഇവളുമാരൊന്നും കഴിക്കത്തില്ല. ഇപ്പൊക്കെ മിക്സിയിൽ, ആരും ഇപ്പൊ കല്ലിലൊന്നും അരക്കത്തില്ല. ഒന്നാമത്തെ കാര്യം പിന്നെ നമ്മള് റാഗിപ്പൊടി ആയതുകൊണ്ട് റോക്കറ്റ് ആയതുകൊണ്ട് സോറി റാഗിപ്പൊടി വരും. അമൃതപ്പൊടിയുടെ കൊൽക്കട്ട ആയതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയാനെന്ന് പറഞ്ഞാൽ ഇതിന് ഹെൽത്തി ആണ്. നല്ല കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഇതിന് കിട്ടുന്നത് സുലുവിന് അംഗനവാടിയിൽ നിന്ന് തരുന്നതാ. നമുക്ക് ഇതിന്റെ പേര് മറന്നുപോയില്ലേ, അമൃതപ്പൊടി. അവിടുന്ന് ശർക്കരയും ഈ അമൃതപ്പൊടിയൊക്കെ ഇവിടുന്ന് തരുന്നേ. ഇവിടെ നമ്മുടെ അംഗനവാടിയിൽ നിന്ന് തരുന്നേ. ഈ 14 വയസ്സ് കഴിഞ്ഞ് 15 വയസ്സ് വരെ അങ്ങനെ കൊടുക്കല്ലേ? എത്ര വയസ്സ് വരെ കൊടുക്കുന്നത്? 18 വയസ്സ് വരെ കൊടുക്കും. പെൺകുട്ടികൾക്ക് മാത്രമല്ലേ അങ്ങനെ അങ്ങനെ കിട്ടുന്നതാണ് ഇത്. അപ്പൊ നമ്മുടെ സംഭവം നല്ല ഒരുപാട് ഐറ്റങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. കപ്പലണ്ടി, കടലപ്പരിപ്പ്, പിന്നെ പഞ്ചസാര എല്ലാം നല്ല അളവ്, കറക്റ്റ് അളവിൽ ഇതെല്ലാം ഒരു അളവിൽ ചേർത്തിട്ടുണ്ട്. നല്ല പൊടിയാ ഇത്. ഒരു പാലിന് കാച്ചി കുടിക്കും ഓരോരുത്തര്. പാലിനിട്ട് നല്ല ടേസ്റ്റാ. അതിനോടൊപ്പം തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞങ്ങളെ ഈ കുഞ്ഞു ഫാമിലി ഇഷ്ടമുള്ളവര് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഞങ്ങളെ. പിന്നെ നമ്മുടെ റെസിപ്പീസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ഇപ്പം ഈ സാധനം പെട്ടെന്ന് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. കാര്യം അതിനകത്ത് മധുരത്തിന്റെ ആവശ്യമില്ല. ഓൾറെഡി തന്നെ നമ്മുടെ ഈ റാഗി പൊടിക്കകത്ത് റാഗില്ലേ, അമൃത പൊടിക്കകത്ത് ഓൾറെഡി മധുരം ഉണ്ട്. അന്നേരം പിന്നെ അത് അതുകൊണ്ട് പഞ്ചസാര വേറൊരു കാര്യമുണ്ട്. നമ്മൾ തേങ്ങയും ഈ സാധനം ഈ പൊടി മാത്രം മതി. അപ്പൊ തിളച്ച് വരുമ്പോ തിളച്ച് നല്ല കുറുകി വരും. കാണിച്ച് തിളച്ച് നല്ലോണം കുറുകി വരും. അപ്പൊ ഈ ഒരു പരിവായിട്ട് വരും. തിളച്ച് നല്ലോണം വെന്ത് വരുമ്പോ സമയത്ത് അടിപൊളിയാണ് കേട്ടോ. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. കാരണം ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണിത്. ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്, ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇച്ചിരി പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ചിലര് പാല് ഒഴിച്ചാൽ തിന്നാത്തവരുണ്ട്. ഇവളുമാർക്ക് പാലൊഴിച്ചാൽ ഇഷ്ടം. ശർക്കര ഉള്ളു ഇവളുമാർക്ക് ഇഷ്ടമല്ലാത്തത്. ഇത് മതി. അപ്പൊ നമ്മളെ അംഗനവാടിയിൽ നിന്ന് കിട്ടുന്ന ഐറ്റങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാ പിന്നെ സൂചി ഗോതമ്പ്, ശർക്കര, പയറ്, പിന്നെ ഈ ഇത് എന്താ നമ്മുടെ അമൃതപ്പൊടി. അങ്ങനെ എല്ലാവരും കൊടുക്കത്തൊന്നുമില്ല. ഞാനായിട്ടുള്ള പരിചയത്തിന് തന്നതാ ഈ അമൃതപ്പൊടി. അല്ലാതെ ഈ സൂചി ഗോതമ്പാണ് മെയിൻ ആയിട്ട് കൊടുക്കുന്നത്. ചോളം ഉണ്ടാക്കാം, അറിയാലോ സൂചി ഗോതമ്പിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്. ആ ഐറ്റങ്ങളൊക്കെയാണ് അംഗനവാടിയിൽ നിന്ന് കിട്ടുന്നത്. ഇത് പിന്നെ അവിടുത്തെ ടീച്ചറുമായിട്ടുള്ള പരിചയത്തിന്റെ പുറത്ത് നമ്മളെ കുഞ്ഞിലോട്ട് അറിയാവുന്ന ആളാണ് അതൊന്ന് തരുന്നത്. അന്നേരം അത് നമുക്കുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഇവിടുന്ന് കിട്ടുന്നത്. അത് ഞാൻ ഈ എന്തെങ്കിലും പറയാൻ കാര്യം പറയാമോ, സാധാരണ ഈ അംഗനവാടിയിൽ ഈ അമൃതപ്പൊടി കൊടുക്കത്തില്ല. നേരത്തെ കൊടുക്കുന്നത് കൊച്ചു കൊടുക്കും അല്ലേ? കുഞ്ഞു 6 മാസം പ്രായം കുഞ്ഞു കുറുക്ക് വാച്ചി കൊടുക്കാൻ കൊച്ചുങ്ങൾക്ക് കൊടുക്കത്തുള്ളൂ. അത് അവർക്ക് അതേ കൊടുക്കത്തുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് സൂചി ഗോതമ്പാണ് ഈ വളർന്ന കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പൊ അതാണ് നമ്മുടെ സംഭവം. അപ്പൊ നമ്മുടെ കൊളക്കട്ട അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങള് പിന്നെ ഇന്നലെ രാത്രി ആയപ്പോണ്ടല്ലോ, ഇന്നലെ രാത്രി ആയപ്പോ ഇവക്ക് ചൂട് കയറി കൂടി. രാത്രി പിന്നെ ഞങ്ങളിവിടുന്ന് നേരെ ഹോസ്പിറ്റലിൽ. അന്നേരം ഇവക്ക് ചൂട് കൂടിയപ്പോഴത്തേക്ക് അവർക്ക് തുമ്മലായിരുന്നു. അങ്ങനെ ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ പോകാൻ ഇന്നലെ രാത്രി ഞങ്ങള് കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്ന് അവിടെ മരുന്ന് ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു അവിടെ. എല്ലാം രാത്രി ആകുമ്പോഴത്തേക്ക് ഒരുപാട് പനിയുടെ സീസൺ അല്ലേ ഇപ്പൊ. അങ്ങനെ മരുന്നൊക്കെ മേടിച്ചിട്ട് രാത്രി വന്ന് പിന്നെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ രാവിലെ സ്കൂളിലൊക്കെ പോയി
സ്കൂളിൽ പോയിരിക്കാൻ പറ്റില്ല, എക്സാം ഒക്കെ ഇപ്പൊ അടുത്തോണ്ടിരിക്കുകയല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ നടന്നു. നമുക്ക് ജോലി ഉണ്ടാവും, ജോലിക്ക് പോയിട്ട് വന്നിട്ട് അവര് ഡ്രസ്സ് പോലും മാറിയില്ല. അപ്പോഴാണ് ഇവർക്ക് വിശക്കുന്നു പറഞ്ഞത്. ഇവിടെ എന്ന് പോയിട്ട് വരുമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം പറഞ്ഞാൽ നിൽക്കുന്ന. ചോറ് കഴിക്കാൻ നമ്മള് നേരത്തെ പറഞ്ഞല്ലേ ഭയങ്കര പാടാ. ചിരിയൊക്കെ കണ്ടില്ലേ, ചിരിയൊക്കെ പിന്നെ നടക്കും. എന്ത് ചെയ്യാനാ, എന്നാലും മൈൻഡില്ലെന്ന് ഉണ്ടെങ്കിൽ നമ്മളെ വീട്ടിലുള്ള സാധനത്ത് നമുക്ക് തയ്യാറാക്കി കൊടുക്കാം അല്ലേ. പിന്നെ അതൊന്നും അങ്ങനെ മടിയല്ല, രാത്രി എന്തെങ്കിലും അത് നമ്മൾക്ക് വന്നാത്തന്നെ മടിയപ്പം ഞങ്ങൾ എങ്ങനെയെങ്കിലും വലിച്ചു പിടിച്ചുകൊണ്ട് കൊണ്ടുവരുന്നതായിരിക്കും. എന്തായാലും ഉമ്മ പെട്ടെന്ന് തന്നെ സമ്മതിച്ചു കേട്ടോ. ജോലിയൊക്കെ കഴിഞ്ഞ് കൊഴിഞ്ഞു വരുമ്പോ പെട്ടെന്നൊന്ന് റെസ്റ്റ് ചെയ്യാൻ നോക്കും. അങ്ങനല്ല ഞാൻ പറഞ്ഞത് ഒരു കാര്യം ചെയ്യും. നീ ഇപ്പൊ ഇതിന്റെ ഈ കൊളക്കട്ട അമ്പലത്തിൽ റെസിപ്പി ചെയ്തിട്ട് ഈ കൊളക്കട്ടയുടെ വീഡിയോ നമ്മള് ചെയ്തിട്ടില്ല. ഈ റാഗി കൊളക്കട്ട അമൃതപ്പൊടിയുടെ കൊളക്കട്ട നമ്മൾ ചെയ്തിട്ടില്ല. അത് കൊളക്കട്ട പല രീതിയിൽ പല ആൾക്കാരും പല രീതിയിലാണ് ചെയ്യുന്നത്. ഈ രീതിയിൽ ആരെങ്കിലും എല്ലാവരും ചെയ്തിട്ടില്ലെങ്കിൽ എന്നാണ് എന്റെ ഒരു വിശ്വാസം. എന്നാ ഞാൻ പറയുന്നത് നിന്റെ ഈ റെസിപ്പി ഇത് നമുക്ക് ഈ വീഡിയോക്കകത്ത് ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞുകൊണ്ടാണ് തയ്യാറായി വന്നത്. നമ്മളെ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കണം, പറയാൻ മറക്കരുത്. കാര്യം അത് മെയിനാണ്. അത് നിങ്ങൾ പറഞ്ഞേ പറ്റൂ, എങ്കിലേ ഞങ്ങൾക്ക് അതിനെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ പറ്റും. നമ്മളിങ്ങനെ വീഡിയോ ചെയ്തിട്ടും ഈ എന്തൊക്കെയാണ് നമ്മുടെ വീഡിയോയില് നമ്മൾ പറയുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, ഈ കാര്യമൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ പറഞ്ഞേ പറ്റത്തുള്ളൂ. അല്ല നമുക്ക് ഒന്നും മനസ്സിലാവും. നമ്മൾ ചിലപ്പോൾ തിരിച്ചു വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും. ആവർത്തിക്കായിരിക്കും. നിങ്ങൾ കമന്റ് നമ്മളെ അറിയിക്കുക. ഞങ്ങളുടെ ഫാമിലി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക. ഞങ്ങളെ കുഞ്ഞു ഫാമിലി ഇഷ്ടപ്പെടുത്തോളം ഞങ്ങളെ ലൈക്ക് എടുക്കുക, സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇനിയും മുമ്പോട്ട് വരാൻ പറ്റത്തോളൂ. എന്തെങ്കിലും പറയുന്നതായിരിക്കും ദേഷ്യം വരുന്നത്. അങ്ങനല്ല, നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. അത് ഉറപ്പാണ്. ഇത്ര നമ്മള് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, അവരെയും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ നടക്കും. പിന്നെ നമുക്കൊരു സന്തോഷം, നമുക്കൊരു ഫാമിലി, നമുക്ക് ഒരുപാട് ഫാമിലി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ കാര്യങ്ങൾ നമ്മളെ ഫാമിലിയെ പോലെ ഉണ്ട്. അവര് നമ്മളെ സപ്പോർട്ട് ചെയ്യും, അവര് നമ്മളെ സപ്പോർട്ട് ചെയ്യും. നമ്മളെ അവരെ ഒരു ഫാമിലി പോലെ കാണുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇപ്പൊ ഞങ്ങളുടെ വീഡിയോ കഴിഞ്ഞിട്ടില്ല. ഒരുപാട് പേര് തിരക്കുന്നുണ്ട്. പിന്നെ സുലുവിനെ കാണാൻ ഒരു യൂട്യൂബർ ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞ് എന്ന് വായിക്കാം ഇങ്ങോട്ട്. എല്ലാരും ചോദിക്കുന്നുണ്ടെന്നായിരിക്കും. സംഭവം ഒന്ന് മാറിപ്പോയതാ, തിരക്കുന്നുള്ള കാര്യം. അതായത് ഒരു യൂട്യൂബർ നമ്മുടെ അടുത്തുള്ള ആള് തന്നെയാണ്. പുള്ളിയും യൂട്യൂബിലല്ല ഫേമസ് ആണ്. പുള്ളി എഫിലാണ്, കണ്ണൻ പറയും. നമ്മുടെ അടുത്തുള്ള നമ്മുടെ സുഹൃത്താണ് രാഹുൽ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി എഫില് നല്ല ഒരുപാട് വീഡിയോ നല്ല റീച്ചുള്ള വ്യക്തിയാണ്. പുള്ളി സുലുവിനെ എപ്പോഴും തിരക്കും, വീഡിയോയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കും. ആ കാര്യമാണ് അവിടെ യൂട്യൂബ് അപ്പൊ നമ്മളെ കൊളക്കട്ട നോക്കിയാലോ. കൊളക്കട്ട റെഡി ആയിട്ടിരിക്കുകയാണ്, കാണിച്ചല്ലേ. കൊഴക്കട്ട എങ്ങനെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലൊന്ന് സെർവ് ചെയ്യാം. ഞാൻ ഇവിടെ ഇംഗ്ലീഷ് പറഞ്ഞോളൂ, ഇവളുമാരൊക്കെ ചിരിയാ. ഞാൻ പറയുന്നത് ഇംഗ്ലീഷിലൊക്കെ വേറെ അർത്ഥങ്ങളാണ് ഇവളുമാര് പറയുന്നത്. നമ്മളെ കൊണ്ട് അറിയാവുന്നതൊക്കെ നമുക്ക് തട്ടിവിടാം. അതൊക്കെ നമ്മളെ കൊണ്ട് പറ്റത്തുള്ളൂ. അന്നൊന്നും പഠിക്കേണ്ട സമയത്ത് പഠിച്ചില്ല. അതിന്റെ നമ്മളെ ടേസ്റ്റിയും ഹെൽത്തിയുമായ അമൃത കൊഴക്കട്ട ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല ആവി പറക്കുന്ന ചൂടോടെ തിളപ്പോടതാ, നല്ല ആവി പറക്കുന്നുണ്ടോ.